ഇന്ത്യ ലീഡർ ഓഫ് ദ ക്വാഡ്. ഇപ്പോൾ ഇന്ത്യൻ PM ശ്രീ നരേന്ദ്രമോദി USA ലക്ഷ്യമാക്കി തിരിച്ചതിന് തൊട്ടു പിന്നാലെ USA ഒഫീഷ്യലായി പുറത്തിറക്കിയ സ്റ്റേറ്റ്മെന്റ് ആണിത്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ത്യൻ PM US-ലെത്തും. US-ലെത്തുന്ന നരേന്ദ്രമോദിയെ കാത്തിരിക്കുന്നത് ഈ വിശാലമായ വേദിയാണ്. ഇവിടെ വെച്ചായിരിക്കും PM മോദിയുടെ പ്രോഗ്രാമുകൾ അരങ്ങേറുക. ഇതിൽ ആരൊക്കെ പങ്കെടുക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. ശേഷം സന്ദർശനത്തിൽ ജോ ബൈഡനെയും കമലാ ഹാരിസിനെയും ഒക്കെ മീറ്റ് ചെയ്യുന്ന ഇന്ത്യൻ PM ഡൊണാൾഡ് ട്രംപിനെയും സന്ദർശിച്ചേക്കാം. എന്നാൽ ശ്രീ PM മോദി US-ൽ കാലുകുത്തുന്നതിന് മുമ്പേ US ഒഫീഷ്യൽസ് പുറത്തുവിട്ട ഈ ഒരു പ്രസ്താവനയെ നമുക്ക് കാണാം. ലോകമെമ്പാടുമുള്ള മീഡിയാസ് ഇതിനെ എക്സ്ക്ലൂസീവ്ലി ചർച്ച ചെയ്യുകയാണ്. US says India as a leader within Quad. എന്താണ് ശരിക്കും ഇന്ത്യയാണോ ക്വാഡിനെ നയിക്കുന്ന? ക്വാഡ് കൺട്രീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം? അപ്പോൾ അമേരിക്കയോ? എന്താണ് US തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും പതിയെ പതിയെ പിന്മാറുകയാണോ? അതോ ഇതിനു പിന്നിൽ വേറെ എന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങളും ഉണ്ടാകുമോ? നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ത്യൻ PM USA സന്ദർശിക്കുന്ന ഈ വേളയിൽ USA പ്രധാനമായും അലട്ടുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ അഥവാ SCO. ഇന്ത്യ കൂടി അംഗമായ റഷ്യ, ചൈന മുതലായ നിരവധി രാജ്യങ്ങൾ അംഗമായിട്ടുള്ള ഈ സംഘടനയുടെ ഏഷ്യയിലെ ദ്രുതഗതിയിലുള്ള എക്സ്പാൻഷന് അമേരിക്ക ശരിക്കും ഭയക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്തെന്നാൽ PM ശ്രീ നരേന്ദ്രമോദിയുടെ ഈ മാസത്തെ US സന്ദർശനത്തിന് ശേഷം അടുത്ത മാസം ഒക്ടോബർ അവസാനത്തോടുകൂടി മോദി റഷ്യയിലെ കസാനിലേക്ക് പറക്കും. ഏവരും കാത്തിരിക്കുന്ന ബ്രിക്സ് സമ്മിറ്റിന് വേണ്ടി. ഇത്തവണത്തെ ബ്രിക്സ് സമ്മിറ്റിൽ അവിടെ വെച്ചായിരിക്കും ഏറ്റവും നിർണായകമായ ബ്രിക്സ് കറൻസി അഥവാ R5 പറ്റിയുള്ള ചില സുപ്രധാനമായ അനൗൺസ്മെന്റുകൾ ഉണ്ടാകുക. US ഇതുകൊണ്ട് നന്നേ പരിഭ്രാന്തരാണ്. അതിനാൽ ഇന്ത്യ അല്പം സുഖിപ്പിച്ച് തങ്ങളുടെ പക്ഷത്തെ അടുപ്പിക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു പ്രസ്താവന ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ പുറത്തുവിട്ട പ്രസ്താവനയിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ നമുക്ക് കാണാം ഇവർ ഇവിടെ സൂചിപ്പിക്കുന്നത് ഇന്ത്യ ആസ് എ ലീഡർ വിത്തിൻ ദ ക്വാഡ് എന്നാണ്. എന്നുവെച്ചാൽ ഇന്ത്യ ഒരു ലീഡറാണ് എന്ന് ഇവിടെ അർത്ഥമാക്കുന്നു. 4 അംഗങ്ങളുള്ള ഈ ക്വാഡ് എന്ന സംഘടനയിൽ അമേരിക്ക ലീഡർ തന്നെയാണ്. എന്നാൽ ഇവർ ഇന്ത്യയെ കൂടി ഒരു ലീഡറായി കണക്കാക്കുന്നുവെന്ന് നോട്ട് ചെയ്യേണ്ട പോയിന്റാണ്. എന്നാൽ പല കാര്യങ്ങളിലും അല്പം മസാല അടിച്ചു കയറ്റുന്ന സ്വഭാവമുള്ള നാഷണൽ മീഡിയാസിൽ പലയിടത്തായി USA ഇന്ത്യയെ ക്വാഡിന്റെ മൊത്തം ലീഡർ ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ കാണാം. അത് ശരിയായ ഒരു വാർത്തയല്ല. USA കൊണ്ട് ഇതിനെ പറയിപ്പിച്ച മറ്റൊരു കാര്യം എന്തെന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ US-ലെ ഒരു ജില്ലാ കോടതി ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവലിനും മുൻ R&W ചീഫ് സാമന്ത് ഗോയലിനുമെതിരെ ഒരു സമൻസ് പുറപ്പെടുവിക്കുകയുണ്ടായി. കാരണം എന്തെന്നാൽ ഖാലിസ്ഥാനി ആക്ടിവിസ്റ്റ് അമേരിക്കയിലും കാനഡയിലുമായി ചാടിച്ചാടി നടക്കുന്ന ഗുർപന്ത്വൻ സിംഗ് പന്നുവിനെ അമേരിക്കൻ മണ്ണിൽ വെച്ച് മുൻപ് വധിക്കുവാൻ വേണ്ടി ഒരു ശ്രമം നടന്നിരുന്നു. പന്നുവിനെ വധിക്കാൻ ശ്രമിച്ചതിന് പിന്നിൽ ഇന്ത്യയുടെ കൈകളാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള കേസിന്റെ വിസ്താരത്തിനായാണ് ഇപ്പോൾ അമേരിക്കൻ കോടതി ഈ സമൻസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇന്ത്യ ഇതിനെ ശക്തമായി എതിർക്കുകയും അമേരിക്കയിൽ നടക്കുന്ന ഒരു കേസിന്റെ വിസ്താരത്തിനായി ഇവിടെ ഇന്ത്യയിൽ നിന്നും ആരും വരാൻ പോകുന്നില്ല എന്ന് ഇന്ത്യ തന്നെ നേരിട്ട് ഇതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഇതേ സമയം തന്നെയാണ് ഇന്ത്യൻ എംബസിയിലെ ഒരു ജീവനക്കാരന്റെ ശവശരീരം USA-ൽ നിന്ന് ലഭിക്കുന്നത്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിലവിൽ ഇപ്പോൾ ലഭ്യമല്ല എങ്കിലും അന്വേഷണങ്ങൾ ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമാണ് അറിയുവാൻ സാധിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഇന്ത്യ US ടെൻഷൻസ് ഇന്ത്യൻ PM-ന്റെ സന്ദർശനത്തിന് മുമ്പേ തന്നെ അല്പം മോശം സ്ഥിതിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെയൊക്കെ അല്പം തണുപ്പിച്ച് ഇന്ത്യയെ തങ്ങളുടെ പക്ഷത്തേക്ക് ആക്കുക എന്നതാണ് ഈ പ്രസ്താവനയുടെ പിന്നിലുള്ള USA-യുടെ യഥാർത്ഥ ലക്ഷ്യം. ഇതുമാത്രമല്ല, ഇത്തവണത്തെ ക്വാഡ് മീറ്റിംഗിലെ USA-യുടെ പ്രധാന ലക്ഷ്യമായിരിക്കും ക്വാഡ് മീറ്റിംഗിന് ശേഷം പുറത്തുവിടുന്ന ജോയിന്റ് ഡിക്ലറേഷനിൽ ഓപ്പൺലി ചൈനയുടെ പേര് മെൻഷൻ ചെയ്യുക എന്നത്. ഇന്ത്യ ഒരിക്കലും പരസ്യമായി വേറൊരു രാജ്യത്തിന്റെ പേര് ഇതുവരെ മെൻഷൻ ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഫോറിൻ പോളിസിയുടെ കാര്യത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്നും വളരെ സൂക്ഷ്മമായി അളന്നു മുറിച്ച് മാത്രം ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇവിടെ നമുക്ക് കാണാം 2022 ക്വാഡ് മീറ്റിംഗിന് ശേഷം പുറത്തുവിട്ടിരുന്ന ജോയിന്റ് സ്റ്റേറ്റ്മെന്റിൽ ചൈനയുടെയോ റഷ്യയുടെയോ പേര് ഒരു ഭാഗത്ത് പോലും സൂചിപ്പിച്ചിട്ടില്ല. എന്നാൽ ഇത്തവണ അമേരിക്ക ശരിക്കും പരിശ്രമിക്കും. ജോയിന്റ് സ്റ്റേറ്റ്മെന്റിൽ ഇന്ത്യയെ സമ്മതിപ്പിച്ച് റഷ്യയുടെയും ചൈനയുടെയും പേര് ഓപ്പൺ ആയിട്ട് തന്നെ ഇതിൽ സൂചിപ്പിക്കുവാനായി. ഇതിൽ ഇന്ത്യക്ക് മേൽ USA അല്പം സമ്മർദ്ദം ചെലുത്തുവാനും സാധ്യതയുണ്ട്. എന്നാൽ ഇന്ത്യ ഇത്തവണയും പതിവ് പോലെ പുറത്തിറക്കുന്ന ജോയിന്റ് സ്റ്റേറ്റ്മെന്റിൽ ചൈനയുടെയോ റഷ്യയുടെയോ പേരുകൾ മെൻഷൻ ചെയ്യുവാനുള്ള സാധ്യതകൾ തീരെയില്ല. ജോയിന്റ് സ്റ്റേറ്റ്മെന്റിൽ റഷ്യയെപ്പറ്റി ഒരിക്കലും അതിൽ മെൻഷൻ ചെയ്യുവാൻ ഇന്ത്യ സമ്മതിക്കില്ല. അത് 100% ഉറപ്പാണ്. ചൈനയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ ഏതാനും ചില വർഷങ്ങളിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ ചെറിയ ചില ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ ഫോറിൻ മിനിസ്റ്ററും ഇതേപ്പറ്റി ഒരു തവണ സൂചിപ്പിച്ചിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങൾ ഏകദേശം 70% ഇതുവരെ പരിഹരിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന്. കൂടാതെ വരാൻ പോകുന്ന ബ്രിക്സ് സമ്മിറ്റിൽ ഇന്ത്യൻ PM ശ്രീ നരേന്ദ്രമോദിയും ഷീ ജിൻപിങ്ങും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തുവാനും ഇതേപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യുവാനും സാധ്യതകളുണ്ട്. അതൊക്കെ കൊണ്ടുതന്നെ വരാൻ പോകുന്ന ഏതാനും ദിവസങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അടുത്ത ദിവസം PM മോദി UN ജനറൽ അസംബ്ലിയെ അഡ്രസ് ചെയ്യുകയും ഇതിൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കളുടെ മേലുണ്ടാകുന്ന അതിക്രമത്തെപ്പറ്റി മോദി സൂചിപ്പിക്കുമോ എന്ന് നമുക്ക് കാണേണ്ടിയും ഇരിക്കുന്നു. മാത്രമല്ല ഇസ്രായേൽ PM ബെഞ്ചമിൻ നെതന്യാഹുവും പങ്കെടുക്കുന്ന ഈ UN സമ്മിറ്റിൽ പല സംഭവവികാസങ്ങളും അരങ്ങേറാനിരിക്കുന്നതേയുള്ളൂ. അതേപ്പറ്റി ഞാൻ വരും ദിവസങ്ങളിൽ ഒരു അപ്ഡേറ്റഡ് വീഡിയോ കൊണ്ടുവരുന്നതാണ്. ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ആൻഡ് ഇന്റർനാഷണൽ ഇൻഫർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കാണും വരേക്കും ഏവർക്കും ജയ് ഹിന്ദ്.